നമ്മുടെ ബേസിക് സയൻസിൽ ബയോളജിയിൽ പക്ക ഷുവർ ആക്കാനുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാ മക്കളും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എങ്ങനെയാണ് നമ്മുടെ ബയോളജിയിൽ ക്വസ്റ്റ്യൻസ് വരെ ആൻസർ ചെയ്യുക, ഓരോ ചാപ്റ്ററിലുള്ള വെയിറ്റേജ് എങ്ങനെ വരുന്നു എന്നൊക്കെ മിസ് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. സോ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ് ആണ്. ഇവിടെ ബോയർ, ജമുന പ്യാരി, അട്ടപ്പാടി ബ്ലാക്ക്, നീലി രവി തന്നിട്ടുണ്ട്. ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് നീലി രവിയാണ്. അപ്പൊ നമ്മൾ ആദ്യം എഴുതിയ ഓഡ് വൺ ഔട്ട് അവിടെ എടുത്ത് എഴുതുക, നീലി രവി. ഓക്കെ, യെസ്, ആദ്യം നമ്മൾ അത് ഓഡ് വൺ ഔട്ട് എഴുതി. ഇനി ബാക്കിയുള്ളതിന്റെ കോമൺ ഫീച്ചേഴ്സ് ആണ് എഴുതുന്നത്. അപ്പൊ നമുക്ക് പറയാം അതേഴ്സ് ആർ വെറൈറ്റീസ് ഓഫ് എന്താണ്, മറ്റേത് എന്തിന്റെ വെറൈറ്റി ആണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ എപ്പോഴും നിങ്ങൾ കോമൺ ഫീച്ചർ എഴുതുമ്പോൾ എന്തിന്റെയാണ്, അതേഴ്സ് ആർ വെറൈറ്റീസ് ഓഫ് ബഫല്ലോ. ബാക്കിയുള്ളവ എരുമയുടെ ഇനങ്ങളാണ് എന്ന് എഴുതുക. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഈസി ആയി കിട്ടി. അപ്പൊ 4 ചോദ്യങ്ങളിൽ ഒരെണ്ണം നമ്മൾ എഴുതി, അതിൽ 3 എണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഇനി 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കാൾ വൂസ് ആണെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ആരാണ്, RH വിറ്റാക്കർ ആണ്. ഡോഗ് എന്നെ കാനിസ് ഫെമിലാരിസ് എന്ന് പറഞ്ഞാൽ വൂൾഫിനെ നമ്മൾ എന്ത് പറയുന്നു, കാനിസ് ലുപ്പസ് എന്ന് പറയുന്നു. ഇനി അടുത്തത് കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻ പാർട്ട് ഓഫ് ഗിവൻ സ്റ്റേറ്റ്മെന്റ്. തെറ്റുണ്ടെങ്കിൽ തിരുത്തിയത്. അപ്പൊ തിരുത്തിയ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ഷീറ്റിലേക്ക് എഴുതണം. സയന്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ക്യൂണിക്കൾച്ചർ ആണോ, അല്ല. അതിനെ നമ്മൾ പറയുന്നതാണ് ഹോർട്ടികൾച്ചർ. എന്താണ്, ഹോർട്ടികൾച്ചർ. ഇനി മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് ഇൻ ന്യൂട്രിയൻ സൊല്യൂഷനാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് അല്ലെ. പോഷകലായനിയിൽ ചെടികളെ വളർത്തുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു, ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നു. വായുവിലേക്ക് വേരുകൾ വളർന്ന് വേരിലെ ന്യൂട്രിയൻ സൊല്യൂഷനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് എയ്റോപോണിക്സ്. അപ്പൊ ഇതിന്റെ കൂടെ വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഹിൻസ് അബൌട്ട് സം ഓർഗാനിസം ആർ ഗിവൻ ബിലോ. ഇപ്പൊ തന്നിട്ടുള്ളത് എന്താണെന്നാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓട്ടോട്രോഫിക് ആണ്, മൾട്ടിസെല്ലർ ആണ്, നോൺ മോട്ടൈൽ ആണ്. ഏതാണ്, നമുക്കറിയാം കിങ്ഡം പ്ലാന്റ് ആണ് അല്ലെ. ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ കിങ്ഡം പ്ലാന്റ് ആണ്, നോൺ മോട്ടൈലും ആണ്. അപ്പൊ നമുക്ക് എഴുതാം കിങ്ഡം പ്ലാന്റ്. ഇനി നമുക്കിതാ ഒന്നുകൂടെ നോക്കാം. ചില ജീവികളെ സംബന്ധിച്ച സൂചനകൾ അടുത്ത് നോക്കാം. യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് ന്യൂക്ലിയസ്. ഏകകോശ ജീവികളാണ്, അതിലെന്തുണ്ട്, ന്യൂക്ലിയസിന്റെ മർമ്മമുണ്ട് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഏതാ പറയാം, യൂണിസെല്ലുലാർ വിത്ത് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അത് കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്. ഓക്കെ, അടുത്തത് നോക്ക്. 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി 5 മുതൽ 9. വാട്ട് സയന്റിഫിക് നെയിം ഓഫ് പ്ലാന്റ് മാഞ്ചിഫെറ ഇൻഡിക്കയാണ്. റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് സെക്കൻഡ് ടേം റെഫർ ഇൻ ദ സയന്റിഫിക് നെയിം. ഇതിൽ മാഞ്ചിഫെറ എന്താണ്, ഇൻഡിക്ക എന്താണെന്നാണ് ചോദ്യം. മാഞ്ചിഫെറ എന്ന് പറയുന്നത് ഒരു ജീനസ് പദമാണ്. ഇൻഡിക്ക എന്ന് പറയുന്നത് എന്താണ് മക്കളെ, സ്പീഷീസ് പദമാണ്. അപ്പൊ ഇതുപോലെ വേർഡ് തന്നിട്ട് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പൊ എപ്പോഴും സയന്റിഫിക് നെയിം തന്നാൽ ആദ്യത്തേത് ജീനസ് പദമാണ്, രണ്ടാമത്തെ സ്പീഷീസ് പദമാണ്. റൈറ്റ് ദ സയന്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ് ഓർഗാനിസം. ഇങ്ങനെ പേര് കൊടുക്കുന്നതിനെ നമ്മൾ പറയുന്നത് എന്താണ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി എന്നാണ്. അടുത്തത് ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. തന്നിട്ടുള്ളത് എന്താണെന്ന് അറിയണം അല്ലെ. ഈ തന്നിട്ടുള്ളത് എന്താ മക്കളെ, നമ്മുടെ വൈറസ് ആണ്. വൈറസ് ആണ്. ഇത്തരം രോഗാണുക്കളുടെ എന്ത് സവിശേഷതയാണ് ഇവ മൂലം ഉണ്ടാകുന്നത്, രോഗങ്ങളുടെ വ്യാപനം വേഗത്തിലാക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം. അപ്പൊ വൈറസ് എന്താണ്, എന്റർ ഹോസ്റ്റ് സെൽ ആൻഡ് മൾട്ടിപ്ലൈ യൂസിംഗ് ദ കണ്ടന്റ് ഓഫ് സെൽ. കോശത്തിനുള്ളിൽ പ്രവേശിച്ച് കോശത്തിന്റെ ജനിതക വ്യവസ്ഥ ഇവർ ഏറ്റെടുക്കും. എന്നിട്ടോ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. ഇവരെന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ വിഭജിക്കും. അതാണ് വൈറസിന്റെ പ്രത്യേകത. അപ്പൊ ഈ ചിത്രം കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളുക, ഇതൊരു വൈറസ് ആണ്. Write 2 main ideas that can be presented in a seminar topic. Role of online organization in agriculture marketing. അപ്പൊ കാർഷിക വിപണിയിൽ ഓൺലൈൻ കൂട്ടായ്മകളുടെ പങ്ക് എന്ത്, ഇതിനെപ്പറ്റി എഴുതാനാണ് ചോദിച്ചെങ്കിൽ 2 പ്രധാന പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്, ഒന്നാമത്തേത് അവയർനെസ് അബൌട്ട് ഡിമാൻഡ് ആൻഡ് കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് അല്ലെ. ഉൽപ്പന്നങ്ങളുടെ ആവശ്യതയും അതിന്റെ വിലയെ പറ്റിയും കർഷകർക്ക് മനസ്സിലാക്കാൻ ഈ ഓൺലൈൻ കൂട്ടായ്മകൾ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തേതോ farmers get an opportunity to share their knowledge and experience among themselves. അവരുടെ കൂട്ടത്തിൽ അവരുടെ കഴിവും ഓർമ്മയും അവർക്ക് അറിയാവുന്ന അറിവുകളൊക്കെ ഷെയർ ചെയ്യാനുള്ള കഴിവെന്ത് ഇവർക്ക് ഈ ഓൺലൈൻ കൂട്ടായ്മ വഴി സഹായിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം നോക്കി. സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഗിവൻ ബോക്സ് ആൻഡ് റിലേറ്റഡ് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ഇൻ അഗ്രികൾച്ചർ അല്ലെ. അപ്പൊ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എൻഷുർ അഡ്വക്കേറ്റ് ഇറിഗേഷൻ കൊടുത്തിട്ടുണ്ട്. രാസകീടനാശിനികൾ സ്ഥിരമായി ഉപയോഗിക്കുന്നു, മതിയായ ജലസേചനം ഉറപ്പുവരുത്തുന്നു, മണ്ണിൽ ജൈവവള ലഭ്യത ഉറപ്പുവരുത്തുന്നു, രാസവള പ്രയോഗം കൃത്യമായി നടത്തുന്നു. അപ്പൊ നോക്കിക്കേ,
കൃഷിയിടത്തിലെ ജീവാണുവളങ്ങളുടെ പ്രയോഗവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ മാത്രം ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ നോക്കുക, എൻഷുർ അഡ്വക്കേറ്റ് ഇറിഗേഷൻ അല്ലെ, ഇതില് പ്രോപ്പർ ആയിട്ട് നമ്മുടെ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പ്രോപ്പർ ഇറിഗേഷൻ കൊടുക്കണം, എൻഷുർ പ്രസൻസ് ഓഫ് ബയോ ഫെർട്ടിലൈസർ ഇൻ ദ സോയിൽ, മണ്ണിൽ ജൈവ വളം ലഭ്യത ഉറപ്പുവരുത്തണം. ബാക്കി രണ്ടും വേണോ? വേണ്ട, കാരണം അത് കെമിക്കൽ പെസ്റ്റിസൈഡ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അത് രണ്ടും വേണ്ട, ബാക്കി രണ്ടും മാത്രം നമ്മൾ കറക്റ്റ് കൊടുത്താൽ മതി. ഇനി ഫ്ലോ ചാർട്ട് ഇല്ലസ്ട്രേറ്റിംഗ് ഓർഗനൈസേഷൻ ഓഫ് ഓർഗാനിസം ഇസ് ഗിവൻ ബിലോ, കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി. അപ്പൊ നോക്കാം, സെല്ല്, ഓർഗൻ സിസ്റ്റം, പോപ്പുലേഷൻ, ടിഷ്യൂ, ഓർഗാനിസം, ഓർഗൻ, കമ്മ്യൂണിറ്റി. ഇതിന്റെ ഓർഡർ തെറ്റിച്ചല്ലേ നമുക്ക് തന്നിട്ടുള്ളത്? ഓർഡർ ശരിയാക്കിയാൽ മാത്രം മതി. അപ്പൊ വേഗം നോക്കാം, സെല്ല് ഫോം ചെയ്ത് ടിഷ്യൂ ആകുന്നു, ടിഷ്യൂ ഫോം ചെയ്ത് ഓർഗൻ അവയവമാകുന്നു, ഓർഗൻ ചേർന്ന് ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ അവയവ്യവസ്ഥ, അവയവ്യവസ്ഥ ഉണ്ടാവുന്ന ഒരു ജീവി ഓർഗാനിസം ആകുന്നു, പിന്നെ പോപ്പുലേഷൻ ജീവിഗണം, ലാസ്റ്റ് കമ്മ്യൂണിറ്റി ജീവി സമുദായമാകുന്നു. ഈ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഓർഡർ പഠിച്ചാൽ മതി. ഇനി 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 10 മുതൽ 13 വരെ ഉണ്ട്. ഏതെങ്കിലും 3 നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം, കംപ്ലീറ്റ് ടേബിൾ ബൈ റൈറ്റിംഗ് ഡിഫറെന്റ് ടാക്സോണമിക് ലെവൽ. ഇവിടെ തന്നിട്ടുള്ളത് ഡൊമൈൻ ഉണ്ട്, യൂക്കാരി ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? കറക്റ്റ് തന്നിട്ടുള്ള ഈ കിങ്ഡം, ഫൈലം, ഓർഡറിനെ മാച്ച് ചെയ്ത് എഴുതിയാൽ മതി അല്ലേ? അപ്പം ഡൊമൈൻ, കിങ്ഡം, ഫൈലം, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് തന്നിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് എഴുതാം? ഏതൊക്കെയാണ്? കിങ്ഡം, ഡൊമൈൻ യൂക്കാരിയാണ് വരിക. കിങ്ഡം ഏത് വരും? ആനിമേലിയ വരും. ഫൈലം ഏത് വരും? കോർഡാറ്റ വരും. ക്ലാസ് ആണ് മമേലിയായി വരും. അതാണ് ഇവിടെ ക്ലാസ് തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഓർഡർ ഏതാ വരിക? കാർണിവോറയാണ് അല്ലെ? ഓർഡർ കിങ്ഡം, ആനിമേലിയ നമ്മൾ എഴുതി, ഫൈലം കോർഡേറ്റ് എഴുതി, ഓർഡർ കാർണിവോറ. ഫാമിലി ഏതാണ്? ഫെലിസ് ആണ്. ഫാമിലി ഫെലിഡേ ആണ്. ജീനസ് ഏത് വരും? നമ്മുടെ ഫെലിസ് ആണ് വരിക. സ്പീഷീസ് ഏതാണ്? ഡൊമസ്റ്റിക്കസ് ആണ്. ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്നുള്ളതാണ് ഇത് നമ്മുടെ പൂച്ചയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. അടുത്തത്, ടാബുലേറ്റ് ദ ഗിവൻ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു മോഡേൺ ഫാമിംഗ് മെത്തേഡ് സ്യൂട്ടബിളി, ഗിവ് അപ്രോപ്രിയേറ്റ് ഹെഡിങ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഈ തന്നിട്ടുള്ളത് എന്ത് ചെയ്താൽ മതി? ഓരോ ടേബിളിലാക്കി എഴുതാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനെ പറ്റിയിട്ടാണ്? പോളി ഹൗസ് ഫാമിങ്ങിനെയും പ്രിസിഷൻ ഫാമിങ്ങിനെയും പറ്റിയിട്ടാണ്. ഓരോന്നും എവിടേക്ക് വരുന്നു എന്ന് നോക്കി അതിനെ എന്ത് ചെയ്യാം? ടേബിൾ ആക്കാം. നോക്കാം, പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ സോയിൽ ഈസ് കവേർഡ് വിത്ത് പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? മണ്ണിനെ പൊതിയുന്നു. അതേപോലെ സ്യൂട്ടബിൾ ക്രോപ്പ് ഈസ് സെലക്ടഡ് ബൈ സ്റ്റഡിങ് എമൗണ്ട്, ന്യൂട്രിയൻസ്, pH ആൻഡ് വാട്ടർ അവൈലബിലിറ്റി. മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, pH, ജലസാന്നിധ്യം എന്നിവ കൃത്യമായി പഠിച്ച് അനുയോജ്യമായി വിള കണ്ടെത്തുന്നു. പോളി ഹൗസ് ഫാമിംഗിലാണല്ലോ ടെമ്പറേച്ചറും മോയ്സ്ചറും കോൺസ്റ്റന്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്നു. ക്രോപ്പ് ഫീൽഡ് ഈസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി കവേർഡ് ബൈ ട്രാൻസ്പെറന്റ് പോളിത്തീൻ ഷീറ്റ്. അതേപോലെ തന്നെ താപനിലയും ഈർപ്പനിലയും സ്ഥിരമായി ക്രമീകരിക്കുന്നത് പോളി ഹൗസ് ഫാമിംഗ് ആണ്. പിന്നെയോ ക്രോപ്പ് ഫീൽഡ് എന്തായിരുന്നു? കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടോ ഭാഗികമായിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു? കൃഷി സ്ഥലം പൂർണ്ണമായോ ഭാഗികമായി കംപ്ലീറ്റ് കവർ ചെയ്യുന്നു. അതിനെ നമ്മൾ പറയുന്നതാണ് പോളി ഹൗസ് ഫാമിംഗ്. അപ്പൊ ഇതുപോലെ തന്നാൽ എന്ത് ചെയ്യണം? പോയിന്റ്സ് എഴുതി വെക്കാൻ ഓർക്കാം. ഇനി നമുക്ക് ചോദ്യം നോക്കിക്കേ, കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ സ്യൂട്ടബിളി അല്ലെ? നമ്മുടെ ഈ ഒരു അവസാനത്തെ ചോദ്യം നമുക്ക് തന്നിട്ടുള്ളത് കണക്റ്റീവ് ടിഷ്യൂവിനെ പറ്റിയിട്ട്, യോജക കല. നമ്മൾ വ്യത്യസ്ത യോജക കല പഠിക്കുന്നുണ്ട്. ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? നാരുകല, ഫൈബ്രസ് ടിഷ്യൂ ആണ്. ഇനി അസ്ഥിയുടെയും അതുപോലെ ബ്ലഡിന്റെയും ഫംഗ്ഷൻ ഏതാണ്? ബോണിന്റെ ഫംഗ്ഷൻ എന്താ? പ്രൊട്ടക്ട്, സപ്പോർട്ട് ആൻഡ് പ്രൊവൈഡ് ഷേപ്പ് ടു ബോഡി. ശരീരത്തിന്റെ താങ്ങും സംരക്ഷണവും ഒക്കെ നമുക്ക് തരുന്നത് ബോണാണ്. പിന്നെയുള്ള നമുക്ക് ഏതാണ്? രക്തം, ബ്ലഡ് ആണ്. കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ ആൻഡ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി, പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം നടത്തുന്നു അല്ലെ? അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണിത്. അടിപൊളിയായിട്ട് തന്നെ എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അറേഞ്ച് കോളം ബി ആൻഡ് സി. ഈ ഒരു ടേബിളും കൂടെ നോക്കാം. ഓർ ഓപ്ഷനിൽ നിങ്ങൾ 3 എഴുതിയാൽ മതി. അതിൽ 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ മ്യൂഗ എന്ന് പറയുന്നത് സിൽക്കാണ്, പട്ടാണ്. അതിന് നമ്മൾ സെറി കൾച്ചർ എന്ന് പറയുന്നു. കഡ്ല മീറ്റ്, പിസി കൾച്ചർ ആണ്. കഡ്ല ഒരു മാംസത്തിന് വേണ്ടി മത്സ്യകൃഷി, പിസി കൾച്ചർ നടത്തുന്നതാണ്. ഞൊടിയൻ ഹണിക്ക് വേണ്ടി നടത്തുന്നതാണ് അല്ലെ? തേൻ കിട്ടാൻ വേണ്ടി എപ്പി കൾച്ചർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. See you soon. Bye bye.